ഈ പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതാക്കളും അതോടൊപ്പം തന്നെ സൈനിക നേതാക്കളും എല്ലാം പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ഇന്ത്യയെ ഭയമില്ല, നിങ്ങൾ വെള്ളം തന്നില്ലെങ്കിൽ ചോര ഒഴുകും, അങ്ങനെയാണ് വെല്ലുവിളികളുടെ ഒരു പരമ്പര തന്നെ നടക്കുന്നുണ്ട്. വല്ലതും നടക്കുമോ? ഈ രാഷ്ട്രീയക്കാർക്ക് എന്താ പറയാനാവാത്തത്? പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതാക്കളുടെ കാര്യം കഷ്ടമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ബിലാവൽ ഭൂട്ടോയുടെ, ബെനസർ ഭൂട്ടോയുടെ മകനാണ് കേട്ടോ, ആസിഫ് അലി സർദാറിയുടെയും ബെനസർ ഭൂട്ടോയുടെയും മകൻ, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവ്. അദ്ദേഹത്തിന് പറയാനൊക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം ഞങ്ങളത് ചെയ്യും. അധികാരം കയ്യിലില്ലാത്തവന്, പട്ടാളത്തിൻ്റെ കയ്യിലാണ് അധികാരം. പ്രധാനമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ഒക്കെ നോക്കുകുത്തികളാണ്. ഷഹബാസ് ഷെരീഫിന് ചെയ്യാനാവാത്തത് ബിലാവൽ ഭൂട്ടോ വിചാരിച്ച് ചെയ്യാനാവും. പാകിസ്ഥാൻ സൈന്യം ഇത് ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി ഉണ്ട്. സൈനിക ജനറൽ അസിം മുനീർ ഒരു ഹോക്കിഷ് നിലപാടാണ്, വളരെ ഒരു ഹോക്കിഷ് നിലപാടാണ്, റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് നിലപാടും. അദ്ദേഹത്തിൻ്റെ കാശ്മീർ നയമെന്ന് പറയുന്നത്, കാശ്മീർ എടുക്കണമെന്ന ഒരു വലിയ, അതൊരു വാക്കാൽ പറയുന്നത് മാത്രമല്ല, അദ്ദേഹം ആത്മാർത്ഥമായി അത് ആഗ്രഹിക്കുന്നു എന്ന് വേണം കരുതാൻ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നിലനിൽപ്പ് ഈ കാശ്മീർ എന്നത് ആളി കത്തിക്കുന്നതിനകത്തും മാത്രമാണ്. കാരണം ആർമിയാണ് പാകിസ്ഥാൻ്റെ ബാക്ക് ബോൺ. ആർമിയുടെ ജനറൽ അല്ല, അത് തൻ്റെ സൈനികർ ബലൂചിസ്ഥാനിൽ ചിന്നിച്ചിതറുകയാണ്. അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഒരു തന്ത്രം? അതുകൊണ്ടാണ് എല്ലായിടത്തും തിരിച്ചടികളാണ്. ബലൂചിസ്ഥാനിൽ ഇന്ന് ക്വറ്റയിൽ, ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ക്വറ്റയിൽ 10 സൈനികരാണ് ബോംബാക്രമണത്തിൽ, അതായത് ഒരു ട്രക്ക് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനമാണ്. അതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാൻ 100 ആവർത്തി പറയുന്നു. ഇന്ത്യ ഒഫീഷ്യലി അങ്ങനെയൊന്നും പറയില്ല. ഇപ്പോൾ ഇന്ത്യക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഏജൻസ് ഇതിനകത്ത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഔപചാരികമായി ഇന്ത്യയുടെ ബന്ധങ്ങളില്ല. അത് നമുക്ക് ഔപചാരികമായി ഇന്ത്യയുടെ നിലപാടതാണ്. അതേസമയം പാകിസ്ഥാൻ ആർമിക്ക് കടന്നു കയറാനാവാത്ത രീതിയിൽ ബലൂച്ചിൻ്റെ സാഹചര്യങ്ങൾ സങ്കീർണമായിരിക്കുന്നു. ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ പാക് ആർമിക്ക് കടന്നു കയറാനാവുന്നില്ല. അവിടെ എത്ര പേരാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ 1800ഓളം പേരാണ് ആ മേഖലയിൽ സൈനികരാണ് അതിൻ്റെ പകുതിയും, ബാക്കി സിവിലിയൻസാണ് ആ മേഖലയിൽ മരിച്ചത്. ഭീകരാക്രമണങ്ങളാണ്. അതെല്ലാം തന്നെ പാക് താലിബാൻ്റെ ആക്രമണങ്ങളാണ്. പാക് താലിബാനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല. അവർ അഫ്ഗാൻ താലിബാനുമായി, അവിടുത്തെ ഭരണകൂടമാണ്, അതുമായി ചങ്ങാത്തത്തിൽ ഭാരതം അഫ്ഗാൻ താലിബാനുമായും അഫ്ഗാനിസ്ഥാനുമായും നല്ല ബന്ധത്തിൽ ഇപ്പോൾ പോകും. പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യയാണ് താലിബാന്റെ ഭാഗത്ത്. താലിബാൻ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ പാകിസ്ഥാൻ ഒരിക്കലും ഈ വൻ ചതി പ്രതീക്ഷിച്ചില്ല. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ് താലിബാൻ. സ്വാഭാവികമായി പാകിസ്ഥാനോടൊപ്പം നിൽക്കേണ്ട ഒരു വിഭാഗമാണ്. പക്ഷേ ഭാരതത്തിൻ്റെ നയതന്ത്ര രംഗം ഉണർന്നു പ്രവർത്തിച്ചു. ഗ്ലോബൽ ചേഞ്ചസിനെ അത് മനസ്സിലാക്കാൻ, ആ ക്രക്സ് മനസ്സിലാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ആവശ്യത്തിലും അനവസരത്തിലും ആണവം ശരിയാണ്. ആണവ ബോംബ് 1998 മുതൽ പാകിസ്ഥാൻ ഒരു ഡിക്ലെയർഡ് ന്യൂക്ലിയർ പവറാണ്. അതായത് ഇന്ത്യ 1998 വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു, ജോർജ് ഫെർണാണ്ടസ് പ്രതിരോധ മന്ത്രിയായ സമയത്ത് പൊഖ്റാനിൽ ബുദ്ധ സ്മൈൽ, 2ാം സ്മൈലാണ്. 1974 ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ബുദ്ധൻ ഒന്ന് ചിരിച്ചു. വീണ്ടും ബുദ്ധൻ ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബുദ്ധ പൗർണിമ ദിനത്തിൽ ബുദ്ധൻ സമാധാനത്തിൻ്റെ ആചാര്യനാണ്, അഹിംസയുടെ ആചാര്യനാണ്. ആറ്റം ഫോർ പീസ് അല്ലേ, നോട്ട് ഫോർ വാർ. ഒരിക്കൽ പോലും ഇന്ത്യ ആണവമായി അയൽ രാജ്യത്തോട്, ഏതെങ്കിലും രാജ്യത്തോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. 98 ഒരു പ്രഖ്യാപനം വരികയാണ്. എന്താണ്? ന്യൂക്ലിയർ ഡോക്ട്രിൻ. 74 നമ്മളത് പ്രഖ്യാപിച്ചില്ല. 1998 അത് പ്രഖ്യാപിച്ചു. നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. അതിനർത്ഥം എന്താ? മിനിമം നമ്പർ ആണവായുധങ്ങൾ, പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ടാകും, ഇന്ത്യയുടെ കൈവശമുണ്ടാകും. ഓരോ രാജ്യത്തിനെതിരെയും ഒരു മിനിമം, അവരുടെ ടോട്ടൽ ഡിസ്ട്രക്ഷന് എത്രയുമാണോ ആവശ്യം അത്രയും ആയുധങ്ങൾ കൈവശമുണ്ടാകും. അതുകൊണ്ട് പാകിസ്ഥാനെ നശിപ്പിക്കാനുള്ള ആയുധങ്ങൾ ഭാരതത്തിൻ്റെ കയ്യിലുണ്ട് എങ്കിൽ പാകിസ്ഥാൻ വേണ്ടാത്ത പ്രവർത്തനത്തിനൊന്നും ഇങ്ങോട്ട് വരില്ല. അല്ലാതെ പാകിസ്ഥാനെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. വീട്ടിൽ പട്ടിയെ വളർത്തുന്നത് ആരെയും കടിക്കാനല്ല, ആരെയും കൊല്ലാനുമല്ല. കൊല്ലാനോ ഉപദ്രവിക്കാനോ വരുന്നവർക്ക് പട്ടിയുണ്ട് ജാഗ്രത എന്ന് പറയുന്നത് പോലെ ഉള്ളൂ ഈ ആണവായുധങ്ങൾ. ഉപയോഗിക്കാനല്ലത്. എന്നാൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഭാരതം
ലോ ഈൽഡ് ഡിവൈസസ് 5 തരം സ്ഫോടനങ്ങളാണ് ഭാരതം നടത്തിയത് അന്ന് 1998 അന്ന് ആണവ നയം പ്രഖ്യാപിച്ചതിന് ശേഷം പറഞ്ഞു ബാറ്റിൽ ഫീൽഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലോ ഈൽഡ് ഡിവൈസസ് വെപ്പൺസ് അതുൾപ്പെടെ ഭാരതം നേടി. അതിനർത്ഥം എന്താ, വേണ്ടി വന്നാൽ ബാറ്റിൽ ഫീൽഡിൽ ഉൾപ്പെടെ, മറ്റേതെന്ന് പറഞ്ഞ ഒരു സിറ്റിയുടെ മുകളിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ലിറ്റിൽ മാനും ഫാറ്റ് മാനും ഒക്കെ കൊണ്ടുപോയി ഇട്ടു എന്ന്, ലിറ്റിൽ ബോയും കൊണ്ടിട്ടു എന്ന് പറയുമ്പം അതൊരു ഇൻഡിസ്ക്രിമിനേറ്റ് ഒരു അറ്റാക്കാണ്. അങ്ങനെയല്ല. റെസ്പോൺസിബിൾ, ഇന്ത്യ ഇസ് എ റെസ്പോൺസിബിൾ ന്യൂക്ലിയർ പവർ വിത്ത് എ ന്യൂക്ലിയർ ഡോക്ട്രിൻ. നോ ഫസ്റ്റ് യൂസ്. നമ്മൾ ഉപയോഗിക്കില്ല. ആണവായുധം എങ്ങനെയായിരിക്കും ഉപയോഗിക്കേണ്ട സാഹചര്യം എന്നാൽ പാകിസ്ഥാൻ ഉപയോഗിക്കുക? പാകിസ്ഥാൻ അളമുട്ടിയാൽ പാമ്പ് കടിക്കും എന്ന് പറയുന്നതിന് തുല്യമാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് ദി ഫസ്റ്റ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി. അതാണ് മിലിറ്ററി പാരഡൈമാണ്. ഫസ്റ്റ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറേ ആണവായുധങ്ങൾ തീർച്ചയായും ഇന്ത്യക്ക് നേരെ 2-3 എണ്ണം ഏതെങ്കിലും സിറ്റിക്ക് നേരെ ഉപയോഗിക്കാം. തീർച്ചയായും വലിയ നാശനഷ്ടങ്ങളുണ്ടാകും. അതിൻ്റെ ലോഞ്ച് വെഹിക്കിൾസ് അവർക്കുണ്ട്. അതായത് ഡെലിവറി സിസ്റ്റം മിസൈലുകൾ ഉപയോഗിച്ചാണല്ലോ അവർക്ക് ഈ നമുക്ക് പൃഥ്വി ഉള്ളതുപോലെ അവർക്ക് ഗൗറി മിസൈൽസും ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഉപയോഗിച്ച് മുഹമ്മദ് ഗൗറിയുടെ പേരിലുള്ള മിസൈലാണ്. അതൊക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ ഏതെങ്കിലും നഗരത്തിലേക്ക് അയച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം. സാങ്കേതികമാണ് കേട്ടോ. ഇതൊക്കെ ഒരു വെറും കാൽപ്പനികമായി കണ്ടാൽ മതിയാകും. ഇതൊരു ഹൈപ്പത്തറ്റിക്കൽ മാത്രമാണ്. അങ്ങനെ അവർ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. ടെക്നിക്കലി വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ കഴിയും. കംപ്ലീറ്റ്ലി തീർക്കത്തക്ക രീതിയിൽ, പാകിസ്ഥാനെ പൂർണ്ണമായി നശിപ്പിക്കത്തക്ക രീതിയിൽ ഭാരതത്തിന് പാകിസ്ഥാൻ്റെ അസ്തിത്വം പോലും കാണില്ല. ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തി മേഖലകൾക്ക് ഉൾപ്പെടെ റേഡിയേഷൻ വരുമെന്ന് ഓർക്കണം. ഗുജറാത്ത്, അതുപോലെ പഞ്ചാബ്, രാജസ്ഥാൻ, കാശ്മീർ പ്രദേശങ്ങളിൽ അതിന് അനുരണനങ്ങളുണ്ടാകും. അത് അനിവാര്യമായ ദുരന്തമായിരിക്കും. പക്ഷേ പിന്നീടാണ് വിഷയം. ഇസ് ദർ എ പോസിബിലിറ്റി ഓഫ് എ സെക്കൻഡ് സ്ട്രൈക്ക്? No way, because there is no Pakistan. India has the ability for a second strike, but Pakistan doesn't have the ability for a second strike. ഇന്ത്യക്ക് ഒരു സ്ട്രൈക്ക് പാകിസ്ഥാനിൽ നിന്ന് വന്നാലും തിരിച്ചടിക്കാൻ, ആ സെക്കൻഡ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്, പാകിസ്ഥാൻ തിരിച്ചടിക്കാനില്ല. ഒന്ന് വിടാനേ പറ്റൂ, ഇങ്ങോട്ട് വിടാനേ പറ്റൂ. അപ്പോൾ ഒരിക്കൽ പോലും ആണവ യുദ്ധമുണ്ടായാൽ ഒരിക്കൽ പോലും ഭാരതമായിരിക്കില്ല അങ്ങോട്ട് ആക്രമിക്കുന്നത്. കാരണം ഭാരതത്തിൻ്റെ ഡോക്ട്രിൻ എന്താണ്? നോ ഫസ്റ്റ് യൂസ്, ബേസ്ഡ് ഓൺ നോ ഫസ്റ്റ് യൂസ്. അതായത് ആണവമായി ഇങ്ങോട്ട് ആക്രമിച്ചാലല്ലാതെ നമ്മൾ ആക്രമിക്കില്ല. 2 ആണവായുധങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങൾക്ക് നേരെ നമ്മൾ ആണവായുധം ഉപയോഗിക്കില്ല. ബംഗ്ലാദേശിനെതിരെ ഉപയോഗിക്കില്ല, മലേഷ്യക്കെതിരെ ഉപയോഗിക്കില്ല, പാവം ശ്രീലങ്കയ്ക്കെതിരെ ഉപയോഗിക്കില്ല, മാലദ്വീപിനെതിരെ ഉപയോഗിക്കില്ല. ദേ ഡോണ്ട് ഹാവ് ന്യൂക്ലിയർ ആർസനൽ. അതുകൊണ്ടാണ്. അതേസമയം ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാൻ വേണമെങ്കിൽ, ചൈന ഇങ്ങോട്ട് ആക്രമിച്ചാൽ അതിനുള്ള ഡെലിവറി സംവിധാനങ്ങളാണ് ഭാരതം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ എല്ലാ ഭാഗങ്ങളും ഹിറ്റ് ചെയ്യാൻ തക്ക ഡെലിവറി സംവിധാനം. അത് ഒന്നുകിൽ അന്തർവാഹിനികളിൽ നിന്ന്, അല്ലെങ്കിൽ കപ്പലുകളിൽ നിന്ന്, അതുമല്ലെങ്കിൽ ഇന്ത്യയുടെ കരയിൽ നിന്ന് ലോഞ്ച് ചെയ്യാവുന്ന മിസൈൽസ്, ആണവ പോർമുന വഹിക്കാൻ കപ്പാസിറ്റിയുള്ള മിസൈൽസ് അല്ലേ. ഈ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അത് ആ സൈനികരെയും ബാധിച്ചു തുടങ്ങിയതായി വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. അവരുടെ പല ആയുധ ശേഖരങ്ങളിലും പഴയ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യ വലിയ രീതിയിൽ ആധുനികവൽക്കരിച്ചെങ്കിലും പാകിസ്ഥാൻ ആ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊന്നും എന്താ ഈ സൈനിക മേധാവികൾ തന്നെ തിരിച്ചറിയുന്നില്ലേ? അതായത് ഈ വെറുതെ നാം ഇങ്ങനെ ഞങ്ങൾ വലിയ ഏതോ ഒരു സിനിമയിലുള്ളത് പോലെ ഞാനിപ്പോൾ അടിച്ചു കളയും, അങ്ങനെ ഒരു പരാമർശം മാത്രമാണോ? ഈ ജിങ്കോയിസം എന്ന് പറയുന്നതിന് അല്ലേ, ഒരു നെഞ്ചത്തടിച്ച് ടാഴ്സനൊക്കെ ഈ ഒരു എയ്പ്പിനെ കൊന്നതിന് ശേഷം ഇങ്ങനെ എയ്പ്പ് മാൻ ഇങ്ങനെ നെഞ്ചത്തടിച്ച് ഇങ്ങനെ ഞാൻ വലിയവൻ ഒക്കെ പറയുന്ന പോലെ ഉള്ളൂ. അതിൽ കൂടുതൽ വലിയ കാര്യമൊന്നുമില്ല. ഇതിനകത്ത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ വീരവാദങ്ങൾ, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ ദുർബലമാണ്. കാരണം സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ്റെ എക്സ്പോർട്ട്സ് വളരെയധികം ഹിറ്റാണ്. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് പാകിസ്ഥാൻ ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, പാകിസ്ഥാൻ കാട്ടക്കെണിയിലാണ്. പാകിസ്ഥാൻ്റെ ദേശീയ GDPയുടെ 87% ഡെറ്റാണ്. വേറെ ഒരു രാജ്യത്തിനും, ദക്ഷിണേഷ്യയിൽ ഒരു രാജ്യത്തിനും സ്വന്തം GDPയുടെ 87% ഡെറ്റ്, വിദേശ കടം, ആഭ്യന്തര കടം. ഈ കാട്ടക്കെണിയിലാണ്. 24 പ്രാവശ്യമാണ് സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാൻ 47 മുതൽ IMFിൻ്റെ ബെയിൽ ഔട്ട് പാക്കേജിൻ്റെ ഭാഗമാകുന്നത്. IMF ഇടയ്ക്കിടയ്ക്ക് രാജ്യങ്ങൾ കടക്കണിയിലാകുമ്പോൾ ശ്രീലങ്കയ്ക്ക് വേണ്ടി ഒരു ബെയിൽ ഔട്ട് മോചിപ്പിക്കാൻ വലിയ തോതിൽ പണം പമ്പ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ സാവകാശം അടച്ചാൽ മതി, പലിശയെ കൊടുക്കണം കേട്ടോ. IMF വേൾഡ് ബാങ്ക് ആണ്, ഡെവലപ്മെൻറ്റ് ലോൺസ് ആണ്. IMF ആകുമ്പോൾ കഴുത്തറപ്പൻ പലിശയാണ്. പക്ഷേ നിവൃത്തിയില്ല. ബജറ്ററി ഡെഫിസിറ്റ്
പോലും നികത്താൻ പണമില്ലാതെ വരുമ്പോൾ വേൾഡ് ബാങ്കിൽ നിന്നും കടപിടിക്കേണ്ടി വരുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ കടമെടുപ്പ് എല്ലാ പരിധികളും ലംഘിച്ചു, കടക്കണിയിലാണ്. ചൈന നൽകിയ തുക, ബയലാറ്ററലായിട്ട് ചൈന നൽകിയ തുക മുതലും പലിശയും സഹിതം തിരിച്ചു പിടിക്കാൻ അവർക്കറിയാം. അപ്പോൾ കടക്കണിയിലാണ്. അതാണ് ഡെറ്റ് ട്രാപ്പ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഇത്രയും കടക്കണിയിൽ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ സൈന്യം ബക്കനായി മാറുകയാണ്. എല്ലാ വിഭവങ്ങളും ഒറ്റയടിക്ക് വയറ്റിൽ പോവുകയാണ് സൈന്യത്തിൻ്റെ. അപ്പോൾ നോക്കൂ, സൈന്യത്തിൻ്റെ ഒരു അവസ്ഥ നോക്കൂ. സാറ് പറഞ്ഞു വരുന്ന രാജ്യം തകരുമ്പോഴും സൈനികർക്ക് അവിടെ പണം ലഭിക്കുന്നുണ്ട്, ആയുധങ്ങൾ കൃത്യമായി അവർ ശേഖരിക്കുന്നുണ്ടല്ലേ? ആയുധങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അമേരിക്ക ആയുധം വിൽക്കില്ലേ? F-16 വിമാനങ്ങൾ വിൽക്കില്ലേ? അമേരിക്ക സംബന്ധിച്ച് വിൽക്കുന്നത് കച്ചവട രാജ്യമാണ്. അപ്പോൾ സമാധാനം ഉള്ളിടത്ത് മാത്രമാണ് ആയുധങ്ങൾ വിൽക്കുന്നത്, എല്ലായിടത്തും വിൽക്കും. അപ്പം പട്ടിണി കിടന്നും മുണ്ട് മുറുക്കി കൊടുത്തും സൈന്യത്തിൻ്റെ ആവശ്യങ്ങൾ അത് ഫൈറ്റർ പ്ലെയിൻസാണ്, തോക്കുകളാണ്, മറ്റ് അമ്യൂണീഷൻസാണ്. അപ്പോൾ ഇന്ത്യക്കാണെങ്കിൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ അമ്യൂണീഷൻസ് കയറ്റുമതി ചെയ്യുന്നുണ്ട് പലയിടത്തോട്ടും. വെടിക്കോപ്പുകൾ അല്ലേ, അമ്യൂണീഷൻ, ഓർഡിനൻസ് ഫാക്ടറീസ് വളരെ ആക്റ്റീവാണ്. സൗദി അറേബ്യയിലേക്ക് ഉൾപ്പെടെ നമ്മൾ കയറ്റുമതിക്ക് വേണ്ടിയുള്ള കരാറാണ് ഇന്ത്യ. ഇടയ്ക്ക് ഫ്രാൻസിന് വരെ അതിൻ്റെ മിസൈൽ വിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഫ്രാൻസിന് വരെ മിസൈൽ വിൽക്കുന്നു, ഡ്രോണുകൾ വിൽക്കുന്നു. നോക്കൂ, റഷ്യ പോലും ഇറാൻ്റെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഉക്രൈൻ യുദ്ധം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എത്രത്തോളം കൊടുക്കൽ വാങ്ങലുകളുണ്ട്. വലിയ രാജ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ കാര്യത്തിലും തികവുള്ളതെന്ന് പറയാനില്ല. ഇപ്പോൾ തന്നെ ആയുധങ്ങളുടെ വലിയ ഷോർട്ടേജ് ഉണ്ട് ലോകത്ത്. അതുകൊണ്ട് ഉക്രൈൻ യുദ്ധം, ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഇവിടെല്ലാം വലിയ തോതിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ വലിയ ഷോർട്ടേജാണുള്ളത്. ആ ഷോർട്ടേജ് പരിഹരിക്കാൻ തീർച്ചയായും വലിയ സമയമെടുക്കും. ഇന്ത്യയിലെ എക്സ്പോർട്ട് മാർക്കറ്റ് ആയുധങ്ങളുടെ, ഫൈറ്റർ പ്ലെയിൻസിൻ്റെ ഒന്നുമല്ല കേട്ടോ, പക്ഷേ മറ്റ് ആയുധങ്ങളുടെ. പക്ഷേ പാകിസ്ഥാൻ ഇറക്കുമതി ആശ്രയിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ആണവമായി പിടിച്ചു നിൽക്കുമെന്നാണ് അവരുടെ പറഞ്ഞത്. അപ്പം ന്യൂക്ലിയർ ഡിറ്ററൻസ് ആണ് അവരുടെയും ഒരു ആയുധം. പക്ഷേ അത് ഈ തേർഡ് റൈറ്റ് പൊളിറ്റീഷ്യൻസ്, ബിലാവൽ ഭൂട്ടോയെ പോലെയുള്ള നാഞ്ഞൂളുകൾ ഇത് പറയുമ്പോഴാണ് അയ്യെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം ഒന്ന് സിന്ധിലെ പാർട്ടിയാണ്, ഇപ്പോഴത്തെ പഴയ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പാർട്ടിയാണ് കേട്ടോ, പണ്ടത്തെ റൂളിംഗ് പാർട്ടിയാണ്. പിന്നെ മെലിഞ്ഞ് ഒരു കോലീഷൻ പാർട്ണറായി ചുരുങ്ങി. പാകിസ്ഥാൻ മുസ്ലിം ലീഗും ചുരുങ്ങി. ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ് ഇപ്പോൾ ഇവിടെ പോപ്പുലർ. ഇമ്രാൻഖാൻ ആണെങ്കിൽ തടവിലുമാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രക്രിയ ഒന്നും ചുവര് നടക്കുന്നില്ല. സൈന്യത്തിൻ്റെ കയ്യിലെ പാവ മാത്രമാണ് ഭരണാധികാരികൾ. അത് പ്രസിഡന്റ് ആണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഷഹബാസ് ഷെരീഫ് ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥ തീരുമാനമെടുക്കുന്ന സൈന്യം തന്നെയാണ്. ISI, സൈന്യം, തീവ്രവാദികൾ, അതെല്ലാം ചേർന്ന നെക്സസാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.